ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലും ഏറ്റവും ഒടുവിലത്തെ ചില ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രതിസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെയുമാണ് കോൺഗ്രസ് നിലവിൽ ആരോപിക്കുന്നത്. ശബരിമലയും അതോടൊപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും കടത്തിയെന്നും ഇതിനു പിന്നിൽ വൻ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമെന്നും 1000 കോടി രൂപയുടെ കൊള്ളയാണ് ഇവരൊക്കെ ചേർന്ന് ലക്ഷ്യമിട്ടതെന്നുമാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചത്. ഇതിന് പിന്നാലെ പല ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. തൊട്ടുപിറകെ തന്നെ കിട്ടുന്നു പ്രധാന കള്ളനായ പ്രതിയായ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഒന്നിച്ചുള്ള ചിത്രം. ഒന്നിച്ചെന്ന് പറയുമ്പോൾ വളരെ അടുത്ത് എന്തോ രഹസ്യം അവർ തമ്മിൽ കൈമാറുന്നു. UDF കൺവീനർ കൃത്യമായി തന്നെ പറയുന്നു, എങ്ങനെ കൊള്ളയടിക്കണമെന്ന ഉപദേശം മുഖ്യമന്ത്രി തന്നെ പോറ്റിക്ക് കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിന് സംസാരിച്ചു എന്നതിന് മറുപടി നൽകണമെന്നും ശബരിമലയുമായും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കളവ് പറയുന്നെന്നും ശബരിമല വിഷയത്തിൽ ജയിലിൽ പോയതെല്ലാം CPMകാരാണ്, വിഷയത്തിൽ കോടതി മേൽനോട്ടത്തിൽ ഇനി CBI അന്വേഷണം തന്നെയാണ് അനിവാര്യമായിട്ടുള്ളതെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. പക്ഷേ ഇതിന് പിറകെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചോദ്യമായി മാറുന്നു, അല്ലെങ്കിൽ ക്യാപ്സ്യൂളുകളായി ഇറങ്ങുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ചിത്രമില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. എന്നാൽ ശബരിമലയ്ക്ക് ഗൂർഖ ജീപ്പ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങിലെ ചില ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ചെന്നിത്തല പറഞ്ഞത് കളവാണെന്ന് സ്ഥാപിക്കാൻ മാധ്യമസംഘമടക്കം നിരവധി ആളുകൾ രംഗത്തെത്തി. പോറ്റി മുഖ്യമന്ത്രിയുടെ ചെവിയിൽ സംസാരിച്ചിട്ടില്ല, സത്യമാണ്. പക്ഷേ പോറ്റിയുടെ ചെവിയിൽ സംസാരിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു. രഹസ്യമായി മുഖ്യമന്ത്രി പോറ്റിയോട് എന്തൊക്കെയോ ഉരുവിട്ടു. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. പോറ്റിയല്ല മുഖ്യമന്ത്രിയോട് സംസാരിച്ചത്, മുഖ്യമന്ത്രിയാണ് പോറ്റിയോട് സംസാരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വ്യക്തിയുമായി ബന്ധം പുലർത്തിയിട്ട് ഇത്രയും നാളിത് ഒളിപ്പിച്ചു വെച്ചത്? ഇക്കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞു വെച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ കൊള്ളയായിരുന്നു. എന്തുകൊണ്ടാണ് വാസുവിനെതിരെയും പത്മകുമാറിനെതിരെയും CPM നടപടിയെടുക്കാത്തത്? പലവിധ ചോദ്യങ്ങളാണ് ചെന്നിത്തല തൊട്ടുപിറകെ ആരോപണ ശരങ്ങളായി ഉയർത്തിവിട്ടത്. വാസു പ്രസിഡന്റായപ്പോൾ തുടങ്ങിയ കൊള്ളയാണ് ഇതിന് പിന്നിലുള്ളത്. വലിയ മാഫിയ. സുരക്ഷാ വലയത്തിൽ ജീവിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചെവിയിൽ വന്ന് സംസാരിക്കാനുള്ള ധൈര്യം, അതിനുള്ള അധികാരം പോറ്റിക്ക് കിട്ടിയെങ്കിൽ ആരാണ് പോറ്റി? പോറ്റിയെ ആരാണ് പോറ്റി വളർത്തിയത്? അതിനിടെ ഈ വിഷയത്തിൽ ശക്തമായ ആരോപണവുമായി UDF കൺവീനറും അടൂർ പ്രകാശും രംഗത്ത് വന്നിട്ടുണ്ട്. തനിക്ക് മുന്നേ തന്നെ പോറ്റിയെ കണ്ടത് മുഖ്യമന്ത്രിയാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇരുവരും ചേർന്ന് സ്വകാര്യ സംഭാഷണം നടത്തുന്ന ചിത്രങ്ങൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. പോറ്റിയുടെ ചെവിയിൽ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പകർന്നു കൊടുത്തോ എന്ന് സംശയിക്കുന്നെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. മുഖ്യമന്ത്രി പോറ്റിയുടെ ചെവിയിൽ ഓതിയത് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണെന്ന് ഞങ്ങൾ ആക്ഷേപിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം അത് വ്യക്തമാകട്ടെ, എന്തായിരുന്നു എന്ന് സംസാരിച്ചത്? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരൊന്നും ഇത്തരത്തിൽ സംസാരിച്ചതായി ഓർക്കുന്ന പോലുമില്ല. അത് അദ്ദേഹത്തിൻ്റെ അന്തസ്സിന് യോജിക്കുന്ന പ്രവർത്തനമായി തോന്നില്ലെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടൂർ പ്രകാശ് സോണിയാഗാന്ധിയുടെ അടുക്കലേക്ക് എത്തിച്ചുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് പ്രചരണത്തിൻ്റെ വേളയിൽ യാദൃച്ഛികമായി പോറ്റിയെ കണ്ടു. അതൊന്നും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ളതായിരുന്നില്ല. ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന് ആവശ്യം. സോണിയാഗാന്ധിയെ കാണാൻ പോറ്റി അപ്പോയിൻമെൻറ്റ് നേടിയെടുത്തു. MP എന്ന നിലയിൽ ഒപ്പം പോയത് സത്യമാണ്. കാട്ടുകള്ളനാണെന്ന് തനിക്ക് അറിവില്ലായിരുന്നു. സോണിയാഗാന്ധിയെ വിഷയം ധരിപ്പിക്കും. സാമൂഹ്യ പ്രവർത്തന നിലയിൽ സാധാരണയായ ആളുകൾ എടുക്കാറുള്ള തരത്തിലാണ് സോണിയാഗാന്ധിക്കൊപ്പമുള്ള പോറ്റിയുടെ ആ ചിത്രം. അതൊന്നും ആൾക്കാരെ ചൂഴ്ന്നു നോക്കി നമുക്ക് ചിത്രമെടുക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ മുഖ്യമന്ത്രിയുടേതുപോലെയുള്ള ഇത്ര അടുപ്പമൊന്നും തന്നെ തങ്ങൾക്കാർക്കുമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ യഥാർത്ഥ പ്രതികൾ അതാരൊക്കെ, അവരെങ്ങനെ ഒളിച്ചു കടക്കുന്നു, ഇതൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ കേസ് SIT അന്വേഷിച്ചാൽ മാത്രം പോരാ. ഈ കേസിനെ അട്ടിമറിക്കാൻ സർക്കാർ പല ഘട്ടങ്ങളിലും ശ്രമിക്കുകയാണെന്നാണ് ചെന്നിത്തല പറയുന്നത്. CPM നേതാക്കൾ ജയിലിൽ കഴിയുമ്പോഴാണ് കേസിൽ കോൺഗ്രസിന് ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘത്തിന് ഈ കൊള്ളയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നെന്നും അതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു CBI അന്വേഷണം തന്നെയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നിലവിൽ പാർട്ടി നടത്തുന്നത്.
പാർട്ടി എന്തുകൊണ്ട് നടപടിയെടുക്കാൻ വൈകി? എം.വി. ഗോവിന്ദനും മുഖ്യമന്ത്രിയും ഈ ഉന്നതരെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനുള്ള മറുപടി പറയാൻ എന്തുകൊണ്ട് അവർ തയ്യാറാകുന്നില്ല? ഇത്തരത്തിലുള്ള കടുത്ത ആരോപണങ്ങൾ തന്നെയാണ് നിലവിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഇതിനുള്ള മറുപടി പറയേണ്ട ബാധ്യതയും മുഖ്യമന്ത്രിക്കുണ്ട്. അതേസമയം മണ്ഡലകാലത്തിന് ശേഷം ശബരിമല തന്ത്രിയിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. തന്ത്രിമാരായ കണ്ഠരര് രാജീവര്, കണ്ഠരര് മഹേഷ് മോഹൻര് എന്നിവരിൽ നിന്നും വീണ്ടും വിശദീകരണം തേടും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പരിചയമുണ്ടെന്നാണ് തന്ത്രി മൊഴി നൽകിയത്. ഭക്തനെന്ന നിലയിൽ ഗോവർദ്ധൻ ക്ഷണിച്ചതുകൊണ്ട് ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ പോയെന്നാണ് കണ്ഠരര് മഹേഷ് മോഹൻര് മൊഴി കൊടുത്തിരിക്കുന്നത്. ഒരു ഭക്തന്റെ പരിചയത്തിന്റെ പേരിൽ ഒരു ജ്വല്ലറിയിലൊക്കെ തന്നെ പോകുമോ ഒരു തന്ത്രി എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. ഗോവർദ്ധനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവരൊക്കെ ശബരിമലയിൽ സ്ഥിരമായി വരുന്ന വ്യക്തികളാണെന്നും അങ്ങനെ പരിചയമുണ്ടെന്നുമാണ് തന്ത്രി പറഞ്ഞത്. അതിൽ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനാണ് വീണ്ടും മൊഴിയെടുക്കുന്നത്. അതിനുശേഷം പ്രതിയോ സാക്ഷിയോ ആക്കി മാറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ അന്തിമ തീരുമാനമെടുക്കും. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ച സ്വർണം ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിലാണ് വിറ്റത്. പോറ്റി ഇടനിലക്കാരനായ കൽപേഷ് വഴിയാണ് ആ വിൽപ്പന നടന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജ്വല്ലറിയിൽ നിന്നും ഈ സ്വർണം അന്വേഷണ സംഘം കണ്ടെടുക്കുകയും ചെയ്തു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചെന്നിത്തല കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണമൊക്കെ തന്നെ ഇങ്ങനെ വിപുലീകരിച്ചു കൊണ്ടുപോകുന്നത്. വിദേശ വ്യവസായി ചെന്നിത്തലയോട് വെളിപ്പെടുത്തിയ ഡി മണി എന്ന വ്യക്തിയെ കണ്ടെത്തി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്.